ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഒരു ഫുട്ബോൾ പ്ലെയർ അവരുടെ റിട്ടയർമെന്റിന് ശേഷം എന്തൊക്കെ ജോലികൾ ചെയ്യാം അല്ലെങ്കിൽ ജോലി സാധ്യതകളുണ്ട് എന്നുള്ളൊരു വിഷയത്തെ പറ്റിയിട്ടാണ്. സ്റ്റിൽ 2025-ലും നിങ്ങളൊരു പ്രൊഫഷണൽ ഫുട്ബോളർ ആകാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ നിങ്ങളുടെ ഒരു എയിം ഗവൺമെൻറ് ജോബാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങളുടെ ഒരു അംബീഷൻ ഒരു റൈറ്റ് പാത്തിലല്ല എന്നുള്ളത്. കാരണം അങ്ങനെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ നിലവിലെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു രീതിയിൽ നിന്നും വളരെയധികം മാറിക്കഴിഞ്ഞു. കാരണം ഇന്ത്യയിൽ ഫുട്ബോൾ എന്ന് പറയുന്നത് അത്യാവശ്യം പെയ്ഡ് ആയിട്ടുള്ള ഒരു ജോലിയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഫുട്ബോളിലൊരു ഭയങ്കര ഡെവലപ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുള്ളതാണ് ഇന്ത്യൻ പ്ലേയേഴ്സിന് അത്യാവശ്യം സാലറി കിട്ടുന്ന ഒരു ലെവലിലേക്ക് ഈ ഒരു സ്പോർട്സിന് വളരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഒരു റെഗുലർ ആയിട്ടൊരു ISL ടീമിൻ്റെ സ്റ്റാർട്ടിംഗ് 11 കളിക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു 50 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ സാലറി കിട്ടുന്ന ഒരു ലെവലിലേക്കൊക്കെ എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ അതിന് മുകളിൽ സാലറി കിട്ടുന്ന പ്ലേയേഴ്സ് ഉണ്ട്. അതായത് ഒരു നാഷണൽ ടീമിലെ ഒരു സ്റ്റാർ പ്ലേയേഴ്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന താരമാണെന്നുണ്ടെങ്കിൽ അവർക്ക് 1 കോടി മുതൽ ഇന്ത്യയിൽ 4 കോടി രൂപ വരെ വാങ്ങിക്കുന്ന താരങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ആദ്യം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കരിയർ അവസാനിച്ചതിന് ശേഷം ഗവൺമെൻറ് ജോബ് വേണമെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ ഇനി വലിയ അർത്ഥമില്ല. പണ്ടത്തെ കാലത്ത് അത് അനിവാര്യമായിരുന്നു. കാരണം അത്രമേൽ സാലറി ഒന്നും കിട്ടുന്നില്ല, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ലൈഫ് സെക്യൂർ ആക്കേണ്ട വിഷയങ്ങളുണ്ടായിരുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക്. പക്ഷേ ഇപ്പം അതിൻ്റെ ഒരു ആവശ്യകത ഇല്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ആവറേജ് ഒരു ISL ടീമിൻ്റെ പ്ലേയിങ് 11 കളിക്കുന്ന ഒരു പ്ലെയറിന് കിട്ടുന്ന ഒരു സാലറി, ഒരു വർഷം കിട്ടുന്ന സാലറി ആയിരിക്കും ഇവരൊരു ഗവൺമെൻറ് ജോബിൽ ഒരു 10-20-25 വർഷം ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാലറി ചിലപ്പോൾ അതിൽ കുറവായിരിക്കും എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിൽ ഇപ്പം ക്രിക്കറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നൊരു സ്പോർട്സ് എന്ന് പറയുന്നത് ഫുട്ബോൾ തന്നെയാണ്. അതിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. പക്ഷേ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം, ഹയർ ലെവലിലേക്ക് എത്താൻ വേണ്ടി പ്രയത്നിക്കണം. അതിപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ. ആ ഒരു പ്രയത്നം ഉണ്ടായാലേ സക്സസ്സിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഫിറ്റ്നസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് ഏറ്റവും കൂടുതൽ കാലം കളിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാലും അവരുടെ കരിയറിന് നല്ലതാണ്. കാരണം ഒരു പ്ലെയറായിട്ട് ഇരിക്കുമ്പോൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഒരു 35-37 വയസ്സ് വരെ കളിക്കാൻ സാധിക്കും. ഇപ്പോൾ സുനിൽ ഛേത്രിയുടെ ആരും എടുക്കുന്നത് 40-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇന്ത്യയിൽ തന്നെ ടോപ്പ് റേറ്റഡ് പ്ലെയറായിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹാർഡ് വർക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫിറ്റ്നസ് ലെവലൊക്കെ ഹൈ ആയതുകൊണ്ട് തന്നെയാണ്. ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഏറ്റവും പ്രധാനമായിട്ടും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കോച്ചിങ് ജോബ് എന്ന് പറയുന്നത്. അതായത് ഒരു ടീമിൻ്റെ ഒരു ഹെഡ് കോച്ച് എന്ന ലെവലിലൊക്കെ വർക്ക് ചെയ്യുന്ന അതാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. പക്ഷേ അങ്ങനെ അല്ലാണ്ട് കോച്ചിങ്ങിൻ്റെ പല ജോലികൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനിപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇപ്പം AFFൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴത്തെ D ലൈസൻസ് എടുക്കുക. അതിനുശേഷം ഒരു പ്ലെയറായിട്ട് വരുമ്പോൾ ഒരു യങ് പ്ലെയർ എങ്ങനെ കരിയർ ബിൽഡ് ചെയ്യുന്നു അതേപോലെ തന്നെ ഒരു ലെജൻഡറി പ്ലെയർ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതേപോലെ ഒരു പാത്ത് ബിൽഡ് ചെയ്യണം. ചിലപ്പോൾ യൂത്ത് ലെവലിലൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും, അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഒരു ഹെഡ് കോച്ച് എന്ന് പറയുന്ന ലെവലിലേക്ക് വരുന്നത്. അതിന് ഈ പറഞ്ഞ പോലെ ലൈസൻസ് അപ്ഗ്രഡേഷനും സംഭവിക്കണം. പിന്നെ അവർ സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അവരതിന് കേപ്പബിൾ ആണോ എന്നുള്ളത്. കാരണം ഒരു നല്ല പ്ലെയർ ഒരിക്കലും ഒരു നല്ല കോച്ച് ആകണമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധമില്ല. ചിലപ്പം ഒരു ആവറേജ് പ്ലെയറോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള പ്ലെയർ ചിലപ്പോൾ ഒരു നല്ല കോച്ചായിട്ടും വരും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പം ലെജൻഡറി ഫുട്ബോൾ പ്ലെയേഴ്സൊക്കെ കോച്ചിങ് ഫീൽഡിൽ വന്നിട്ട് അത്ര സക്സസ് ആകാത്ത സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ചില ക്വാളിറ്റീസ് ഉണ്ട്. ഇപ്പം ടാക്ടിക്കൽ നോളജും കൂടാതെ ഇമോഷണൽ ഇൻ്റലിജൻസ്, മാൻ മാനേജ്മെൻറ്റ്, ലീഡർഷിപ്പ്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇതൊക്കെ ഒത്തുവരുമ്പോഴാണ് ഒരു നല്ല കോച്ച് ഉണ്ടാകുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയ ബേസ് ചെയ്തിട്ടുള്ള ജോലികൾ എന്നുള്ളതാണ്. ഇപ്പം ഫുട്ബോൾ പണ്ഡിറ്റ്സ് അല്ലെങ്കിൽ ഫുട്ബോൾ എക്സ്പേർട്സ് എന്ന് പറയുന്ന ജോലികളിലേക്ക് വരാൻ പറ്റും. ഇപ്പം ISL തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഫുട്ബോൾ എക്സ്പേർട്ട് എന്ന് പറയുന്ന ലെവലിൽ ഷോസിലൊക്കെ ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് ഇപ്പം യൂറോ കപ്പോ അല്ലെങ്കിൽ മറ്റു കോപ്പ അമേരിക്ക അല്ലെങ്കിൽ വേറെ വേൾഡ് കപ്പോ മറ്റു UCL പോലെയുള്ള ടൂർണമെൻറ്റിലൊക്കെ നമുക്ക് കഴിഞ്ഞറിയാം ഇന്ത്യൻ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്ലേയേഴ്സ് ഈ പറഞ്ഞ പോലെ ഒരു ഫുട്ബോൾ പണ്ഡിറ്റ് എക്സ്പേർട്സ് ഒക്കെ ആയിട്ടിരിക്കുന്ന കാണാൻ സാധിക്കും. അല്ലെങ്കിൽ പിന്നെ കമൻട്രി മേഖലയിൽ ഒരു എക്സ്പേർട്ടായിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പം ലീഡ് കമൻറ്റേറ്റേഴ്സ് അല്ല, ഇപ്പം ലീഡ് കമൻറ്റേറ്റേഴ്സ് എപ്പോഴും അവരൊരു ഫുട്ബോൾ പ്ലെയർ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം ഷൈജു ദാമോദരനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യയിൽ ഇപ്പോൾ പുലസ്താദറിനെ പോലത്തെ അവരൊന്നും ഒരു പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് അല്ല. പക്ഷേ എക്സ്പേർട്സ് ആയിട്ട് വരുന്നവർ, അതായത് അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് അവർ ടാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പം കേരളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൽ നോക്കി കഴിഞ്ഞാൽ ജോപ്പോൾ അഞ്ചേരിയോ അല്ലെങ്കിൽ ജിജു ജേക്കബോ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ പോൾ മാസ്ഫീൽഡോ അല്ലെങ്കിൽ ഹിന്ദിയിൽ റോബിൻ സിംഗോ, ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഫുട്ബോളേഴ്സ് ആയതുകൊണ്ട് അവർ ആ ഒരു ഫുട്ബോൾ പണ്ഡിറ്റ്സ് എന്ന നിലയിലാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയ യുഗമാണ്. അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഇതേപോലത്തെ വർക്കുകൾ ഇപ്പോൾ യൂട്യൂബോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ പോലെയുള്ള മേഖലകളിലൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം ക്രിക്കറ്റിൽ അശ്വിനൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ചാനലൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ലെവലിലൊക്കെ ഇപ്പം അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഒരു നല്ല പരിപാടിയാണ്.
പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ പലർക്കും ഒരു സംശയമുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ പൊളിറ്റീഷ്യൻസിനെ പറ്റിയിട്ടുള്ളൊരു ഇമേജും പിന്നെ ഫുട്ബോളിൻ്റെ ഒരു പൊളിറ്റീഷ്യൻസിനെ പറ്റിയിട്ടുള്ള ഇമേജ്. ഇപ്പം നമ്മുടെ AFFന്റെ പ്രസിഡന്റ് കല്യാൺ ജോബിയുടെ കാര്യം തന്നെ പറയാം. വലിയ പ്രതീക്ഷയായിരുന്നു ഒരു എക്സ് ഫുട്ബോളർ അദ്ദേഹം പൊളിറ്റീഷ്യൻ ആയി പിന്നീട് AFFന്റെ പ്രസിഡന്റ് ആയി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സംഭവിച്ചത് എന്താണെന്നുള്ളത് അറിയാലോ. പക്ഷേ അങ്ങനെ ഒരു പാത്തിൽ വരുന്ന ഒരു സംഭവം വളരെ നല്ലതാണ്. കാരണം ഒരു പൊളിറ്റീഷ്യൻ ആകുമ്പോഴത്തേക്കും ആ ഹോൾഡ് വെച്ച് ഗവൺമെന്റിൽ നിന്ന് പല കാര്യങ്ങളും നേടിയെടുക്കാനും ഒക്കെ പറ്റും. ഫുട്ബോളിംഗ് നോളജ് ഉള്ളതുകൊണ്ട് അങ്ങനത്തെ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നിലവിൽ അത് ഗുണകരമായിട്ട് വന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ വരുന്നവർക്ക് വേണ്ട ഒരു പ്രധാന ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പീക്കർ ആയിരിക്കണം, നല്ല ലിസണർ ആയിരിക്കണം, നല്ലൊരു വർക്ക് എത്തിക്സ് വേണം, വിഷണറി ആയിരിക്കണം. ആ ഒരു ലെവലിൽ ഈ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേറ്റീവ് കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സക്സസ് കണ്ടെത്താൻ സാധിക്കും. അതല്ലെങ്കിൽ ഒരു ഫുട്ബോളിംഗ് ബേസ് ചെയ്ത് തന്നെയുള്ള ജോബുകൾ നോക്കാവുന്നതാണ്. അതായത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നിന്ന് വേണമെങ്കിൽ പറയാം, അതായത് ക്ലബ് ബേസ് ചെയ്തിട്ടൊക്കെ. ഇപ്പോൾ പൊളിറ്റിക്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം ഒരു CEO ആകുക, അല്ലെങ്കിൽ സ്പോർട്ടിംഗ് ഡയറക്ടർ ആകുക, അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ഫുട്ബോൾ, ഇങ്ങനെയുള്ള ജോലികളുണ്ടല്ലോ. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും ഒരു ഫുട്ബോൾ എക്സ്പേർട്ടിൻ്റെ ആ ഒരു ഇതും വേണം, അതുപോലെ തന്നെ ഒരു ബിസിനസ് സൈഡും വേണം. അപ്പം ഇവരെന്തായാലും എക്സ് ഫുട്ബോളേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഉറപ്പായിട്ടും ആ ഒരു ഫുട്ബോൾ നോളജ് ഉള്ളവരായിരിക്കും. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഒരു ബിസിനസ് സൈഡും കൂടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ CEO അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ഫുട്ബോൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം ഡാരൻ കൽഡേറ ഒരു എക്സ് പ്ലെയർ ആയിരുന്നു, അദ്ദേഹം ഒരു ഡയറക്ടർ ഓഫ് ഫുട്ബോൾ എന്ന് പറയുന്നൊരു ജോബും ഇവിടെ വഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ പിന്നെ ഒരു അക്കാഡമി സ്റ്റാർട്ടിങ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടികളൊക്കെയാണ്. ഇപ്പം CK വിനീതിനെ പോലെയുള്ള, അല്ലെങ്കിൽ ബൈജിങ് ബൂട്ടി, ഇങ്ങനെയൊക്കെയുള്ള പല എക്സ് ഫുട്ബോളേഴ്സും പിന്നീട് അക്കാഡമീസ്, ഇപ്പം ആഷിഖുറിനെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അക്കാഡമി തുടങ്ങുന്ന സാഹചര്യത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അത് ആക്ച്വലി അവർക്കൊരു ഇതിൽ നിന്ന് പ്രോഫിറ്റ് ചെയ്യുന്നതിലുപരി അവരുടെ നെക്സ്റ്റ് ജനറേഷനെ മോട്ടിവേറ്റ് ചെയ്യുക, അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു ഉദ്ദേശം കൂടി ഇതിനകത്തുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോൾ ഏജൻസി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം ഇവരുടെ ഹോൾഡൊക്കെ വെച്ച് മിസ്യൂസ് ചെയ്യുന്ന ചില എക്സ് ഫുട്ബോളേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ചിലരൊക്കെ വേറെ മേഖലകളിലേക്കൊക്കെ പോകുന്നവരുണ്ട്. ഇപ്പം IM വിജയനൊക്കെ ആക്ടിങ് പോലെയുള്ള മേഖലകളിലേക്കൊക്കെ പോയി. അപ്പോൾ അവർക്ക് ഓൾറെഡി ആ ഒരു ഇതുള്ളത് കൊണ്ട് അവർക്ക് ഓഫേഴ്സും കാര്യങ്ങളും വരും. അപ്പോൾ അതിനെ അവർ പാഷനേറ്റ് ആണെങ്കിൽ അവർക്ക് അത് ചൂസ് ചെയ്യാം. പിന്നെ ബിസിനസ് പോലെയുള്ളത് ചൂസ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. അങ്ങനെയും പോയവരൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് ഈ പറഞ്ഞാൽ ചിലപ്പം ഇൻവെസ്റ്റേഴ്സിന് കിട്ടാനോ, അല്ലെങ്കിൽ ഓൾറെഡി അവർക്ക് നാച്ചുറലി ആ ഒരു സ്കില്ലും ഉണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് അവരുടെ കരിയറിൽ അവർ ഇത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ സക്സസ്സിലേക്കൊക്കെ വരുന്നവരുണ്ട്. അപ്പം ഇതൊക്കെയാണ് ബേസിക്കായിട്ട് പറയാനുള്ള ചില കാര്യങ്ങൾ ഒരു ഫുട്ബോളർ അവരൊരു റിട്ടയർമെൻറ്റിന് ശേഷം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന നിലയ്ക്ക്. അപ്പം ഇനിയും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ ഒരു കൺഷൻ സൈനിങ് ഓഫ്.